പ്രകൃതിയുടെ നിശബ്ദതയിൽ മനുഷ്യന്റെ ദൈനംദിന കോലാഹലങ്ങളിൽ നിന്നും അകലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള രഹസ്യങ്ങൾ ഒളിപ്പിച്ചുവെച്ച ചില പുണ്യഭൂമികളുണ്ട്. അവിടെ ശിലാഖണ്ഡങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. വീശിയടിക്കുന്ന കാറ്റിന് മന്ത്രങ്ങളുടെ താളമുണ്ടാകും. നിത്യപൂജകളോ സ്വർണ്ണ കൊടിമരങ്ങളോ ഇല്ലാത്ത പ്രകൃതി തന്നെ ശ്രീകോവിലും ആകാശമേൽക്കൂരിയുമായി മാറുന്ന ഇത്തരം കാനന ക്ഷേത്രങ്ങൾ ഭാരതീയ പൈതൃകത്തിന്റെ ഏറ്റവും പ്രാചീനവും എന്നാൽ ജീവസുറ്റതുമായ ഏടുകളാണ്. ഞാൻ അമ്പൂരിയിൽ വളർന്ന ഈ മലകളെല്ലാം പല പ്രാവശ്യം കയറിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇങ്ങനൊരു അനുഭൂതി ഇവിടെ ക്ഷേത്രം വന്നതിന് ശേഷം ഇത്രയും ആൾക്കാർ ഇവിടെ സന്ദർശിക്കാൻ വരികയും അതുപോലെ ആയിരക്കണക്കിന് ആൾക്കാർ, ഐ തിങ്ക് അറൌണ്ട് 2000 പീപ്പിൾ കെയിം ഹിയർ ടുഡേ. അത്രയും. പിന്നെ ഇവിടെ വരുമ്പോൾ ചൂട് കഞ്ഞി, പയറുകഞ്ഞിയും പപ്പടം വറുത്തതും ആ നാരങ്ങ വെള്ളവും ഒക്കെ ആ കണ്ണിമാങ്ങ അച്ചാറും ഇറ്റ് വാസ് റിഫ്രഷിങ്. ആൻഡ് ഇവിടെ ഒരു അമ്പലം വന്ന് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് നാടായ നാട്ടിൽ നിന്ന് കോഴിക്കോട് നിന്നുമൊക്കെ പലരും വന്നിട്ടുണ്ടായിരുന്നു. ആ 2000 പേരിൽ ഒരാളാകാനായിട്ട് ഇന്ന് ഭാഗ്യം കിട്ടിയതിൽ ഭയങ്കര സന്തോഷമാണ്. ഐ എം സോ താങ്ക് യു. അടിപൊളി എന്ന് വേണം പറയാൻ. ഞാൻ കൊല്ലത്തു നിന്നാണ് വന്നത്. എൻ്റെ ഫ്രണ്ട്, പിന്നെ എൻ്റെ ഒരു ടീച്ചർ, എൻ്റെ ഒരു നമ്മുടെ BNI എന്ന് പറയും, BNIയുടെ കൊല്ലം ഹെഡാണ് മനോജ് സർ. അപ്പോൾ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ അമ്പൂരിയിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് അമ്പൂരിക്കാരുടെ ഉത്സവമാണ് ഇവിടെ കുന്നത്തുമല. ഇന്നത്തെ ഒരു ദിവസം വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു അനുഭവമാണ്. ഈ മല കയറാൻ പറ്റുന്ന ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു വളരെ വലിയ കാര്യമാണ്. അവിടുത്തെ ബ്യൂട്ടി, അവിടെ നിന്നുള്ള അമ്പൂരി ഫുൾ കാണാം. ഡാം അല്ലേ, നെയ്യാർ ഡാമിൻ്റെ ഫുൾ വ്യൂ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ നല്ല അത്യാവശ്യം ടഫ് ട്രക്ക് തന്നെയാണ്, ബട്ട് വെരി വെരി ബ്യൂട്ടിഫുൾ. അവിടെ കുഞ്ഞ് അമ്പലത്തിൽ ചെല്ലുക, അവിടുത്തെ പൂജകളെല്ലാം കാണാൻ പറ്റുക എന്ന് പറയുന്ന വലിയൊരു ഫീലിംഗ് തന്നെയാണ്. ഇറ്റ്സ് അമേസിങ്. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിൽ നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഹൃദയഭാഗത്ത് കുന്നത്തുമലയുടെ മുകളിൽ കുടികൊള്ളുന്ന കന്നിത്തൂൺമൂട് ശ്രീ കാലഭൈരവ ദേവസ്ഥാനം അത്തരത്തിലൊരു വിസ്മയമാണ്. വനഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. റിസ്കിയാണ്, സ്ത്രീകൾക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എനിക്ക് പോകാൻ പറ്റിയതുകൊണ്ട് എല്ലാവർക്കും പോകാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വെളി ചെല്ലുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ്. നല്ലൊരു വ്യൂ ആണ്. കാണാൻ വളരെ എന്താ പറയുക, നല്ല ഓക്സിജൻ ശ്വസിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം. ലൊക്കേഷൻ പറഞ്ഞ് കംപ്ലീറ്റ്ലി സ്റ്റീപ്പ് ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ വളരെ സൂക്ഷിച്ചാണ് നമ്മൾ മേളിൽ കയറി പോകേണ്ടത്. അതേ കണക്കാണ് തിരിച്ച് വരുന്നത്, അതിനെക്കാട്ടിയും പാടാണ്. ഒരുപാട് ലൊക്കേഷനിൽ സ്ലിപ്പായി വരും, വളരെ പതുക്കെ പിടിച്ചേ വരാൻ പാടുള്ളൂ. പിന്നെ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് കയറിയിട്ട് മേളിലെല്ലാം കണ്ട് നല്ല സൈറ്റ് സീയിങ് എല്ലാം ഉണ്ട്. കണ്ടിട്ട് തിരിച്ച് വരുന്നുണ്ട്. മനുഷ്യന്റെ അഹംഭാവങ്ങളെ പ്രകൃതിയുടെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ അടിയറവ് വയ്ക്കാൻ പ്രേരിപ്പിക്കുന്ന വർഷത്തിൽ ഒരിക്കൽ മാത്രം മഹാശിവരാത്രി ദിനത്തിൽ ഭക്തർക്കായി തുറക്കപ്പെടുന്ന ഈ കാനന ക്ഷേത്രം കേവലമൊരു ആരാധനാലയമല്ല, മറിച്ച് ചരിത്രവും ഐതിഹ്യവും ഗോത്ര സംസ്കാരവും ആത്മീയതയും പാരിസ്ഥിതിക ബോധവും ഒത്തുചേരുന്ന മഹാസംഗമ ഭൂമിയാണ്. നിബിഡമായ വനഭൂമിയിലൂടെ കല്ലും മുള്ളും നിറഞ്ഞ പാതകൾ താണ്ടി വേണം ഈ കാലഭൈരവ സന്നിധിയിൽ എത്തിച്ചേരാൻ. കാടിന്റെ നിശബ്ദതയും പച്ചപ്പും ഭക്തന്റെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. പശ്ചിമഘട്ട നിരകളുടെ തെക്കേയറ്റത്ത് ജൈവവൈവിധ്യത്തിന്റെ കലവറയായ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ നെയ്യാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് ഈ ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് കയറി വരാൻ തന്നെ നല്ല കഷ്ടപ്പാടാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഊരിലുള്ളവർ നമുക്ക് കഞ്ഞി അതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വരാൻ പാടുപെടുമ്പം നമ്മൾ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു, അവർ കുറേ അരിച്ചാക്കൊക്കെ ക്യാരി ചെയ്ത്, അതും ഈ കഞ്ഞിക്കലൊക്കെ ഇവിടം വരെ എത്തിക്കണമെങ്കിൽ അത് നല്ല എഫേർട്ടാണ്. അപ്പം ഇവിടെ എത്തുമ്പോൾ അവരോടൊക്കെ നല്ലൊരു ബഹുമാനവും നന്ദിയൊക്കെ തോന്നുന്നുണ്ട്. അപ്പം നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ടൈം എല്ലാവരും വരണം. പിന്നെ വരുമ്പം ഫോറസ്റ്റ് ഓഫീസേഴ്സ് പറയുന്ന അവരുടെ നിർദ്ദേശങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം വരാൻ. കാരണം ആനയൊക്കെ ഇറങ്ങുന്ന വഴിയാണ്. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചൊക്കെ വേണം വരാൻ. തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം ഒരു 40 കിലോമീറ്റർ മാറി അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് നെയ്യാർ റിസർവോയറിൻ്റെ അടുത്ത് ഒരു കാലഭൈരവ ക്ഷേത്രമുണ്ട്. വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്. താഴ്ഭാഗത്ത് നിന്ന് ഏതാണ്ട് 3.5 മണിക്കൂർ ട്രക്കിംഗ് കഴിയുമ്പോഴേ അത് വനപാതയിലൂടെയാണ് നമ്മൾ വരുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് ആ പാത, ഇടുങ്ങിയ പാതയാണ്, വളരെ ഇടുങ്ങിയ. പക്ഷേ ശരിക്കും പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആൾക്കാർ വളരെ കോപ്പറേറ്റീവാണ്. അവരൊരുപാട് എനിക്ക് തന്നെ കയറാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് കൈപിടിച്ച് കയറ്റി ഇടയ്ക്കിങ്ങനെ വെള്ളം കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ
ശരിക്കും ഒരുപാട് ബുദ്ധിമുട്ടിയാൽ ഇങ്ങേറ്റം വരെ എത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ശരിക്കും വളരെ ദൈവികമായൊരു എക്സ്പീരിയൻസും പറയാൻ പറ്റത്തില്ല. അത്രയും മനോഹരമായൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി തന്നെ ആൾക്കാർ താഴെ നിന്ന് കഞ്ഞിയൊക്കെ കൊണ്ടുവന്ന് പായസം തരുന്നു. നല്ല കോപ്പറേറ്റീവ് ആണ് ആൾക്കാർ. അപ്പോൾ ശരിക്കും സിറ്റിയിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ മനോഹരമായൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. വളരെ ദൈവികമായ ഒരു സ്ഥലം. എല്ലാവരും മസ്റ്റായിട്ട് കാണണം. പക്ഷേ വർഷത്തിലൊരു ശിവരാത്രി ദിവസം മാത്രമേ ഇവിടെ ഓപ്പണിംഗ് ഉള്ളൂ. അതാണൊരു ബുദ്ധിമുട്ട്. കുറച്ചുകൂടെ ദിവസങ്ങൾ കൂടുതലായിട്ട് തുറന്നിട്ട് നാട്ടുകാർക്ക് കാണാനുള്ള സൗകര്യം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ നല്ലൊരു മനോഹരമായ ഒരു ആംബിയൻസ് ആണിത്. പറ്റുന്നവരെല്ലാവരും വരണം. കേരളത്തിൽ തന്നെ അത്യപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. വനദേവതയും വനത്തിലെ ദൈവങ്ങളുമായി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭൂതി എന്ന് പറഞ്ഞറിഞ്ഞിരിക്കാൻ പറ്റാത്തതാണ്. അത് വന്ന് തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലെ കയറി വരുന്ന വഴിയാണെങ്കിലും ആനത്താര കണ്ടു, മൃഗങ്ങൾ വരുന്ന വഴിയാണെന്ന് പറയുന്നു. ഈ ശിവരാത്രി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ മുഴുവൻ മൃഗങ്ങൾ കൈയെടുക്കും. മനുഷ്യരാരും ഇവിടെ ഇല്ല. അങ്ങനെ വളരെ അപൂർവമായ ഒരു ക്ഷേത്രമാണ്. വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്. എല്ലാവരും വരണം, വന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല ഞാൻ സിറ്റിയിലെ തിരക്കിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു റിലീഫും അത് പറഞ്ഞറിയിക്കാൻ പറ്റിയിട്ടില്ല. അത്രയും നല്ലൊരു റിലീഫും വല്ലാത്തൊരു അനുഭൂതിയും ഒരു ദൈവികമായ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം അനുഭവിക്കാൻ കഴിഞ്ഞു എനിക്കിവിടെ. എല്ലാവരും വന്നത് എക്സ്പീരിയൻസ് ചെയ്യണം. എൻ്റെ പേര് രേഖ എന്നാണ്. ഞാൻ പൂജപ്പുരയിൽ നിന്നാണ് വരുന്നത്. വളരെ റെയർ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. എന്താണെന്ന് വെച്ചാൽ കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഒരു 3-3.5 മണിക്കൂർ ട്രെക്കിങ് കഴിഞ്ഞിട്ട് മുകളിൽ വരുമ്പോൾ ഇതേപോലെ പന്തലൊക്കെ കെട്ടിയിട്ടുള്ള ക്ഷേത്രങ്ങളൊന്നും നമുക്കങ്ങനെ കാണാൻ കഴിയത്തില്ലല്ലോ. അതും ഏറ്റവും സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് തുറന്നു തരത്തുള്ളൂ. ഈ ക്ഷേത്രത്തിൻ്റെ പുറകിലോട്ട് വന്നാൽ അവിടെ നെയ്യാറിൻ്റെ ഇതൊക്കെ കാണാം. പിന്നെ അഗസ്ത്യർകൂടം കാണാം. അങ്ങനെ കുറേ കാഴ്ചകളുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ട്രെക്കിംഗ് ഒക്കെ ചെയ്യാറുള്ളതാണ്. പക്ഷെ അമ്മയുടെ കൂടെ ആദ്യമായിട്ടാണ്. അങ്ങനെ എനിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു. പിന്നെ ദൈവഭാഗ്യം കൊണ്ട് എനിക്കും അമ്മയ്ക്ക് സേഫായിട്ട് ഇവിടെ എത്താൻ പറ്റി. ആൾക്കാരൊക്കെ നല്ല സഹകരണമായിരുന്നു. ഇറങ്ങുന്നവരാണേലും ഇവിടെ ഉള്ളവരാണേലും കൈയൊക്കെ തന്ന് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ വഴിയിലൊക്കെ നമുക്ക് കുടിവെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ കണ്ട് വന്നതാണ്. അത് ഇത്രയും കുറച്ച് ഡിഫിക്കൽട്ടുള്ള ട്രക്കിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. എന്നാലും കൊള്ളാം. നല്ല ഭംഗിയായിട്ട് ഇവിടെ എത്തി. പ്രചോദനമായി. അടുത്ത വർഷം വീണ്ടും വരും. തിരുവനന്തപുരം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി അമ്പൂരി പഞ്ചായത്തിലെ ചാക്കാപ്പാറയിൽ നിന്നാണ് കുന്നത്തുമലയിലേക്കുള്ള സാഹസികമായ മലകയറ്റം ആരംഭിക്കുന്നത്. ഏകദേശം 5 കിലോമീറ്ററോളം ദൂരം വന്യമായ കാട്ടുപാതകളിലൂടെ വേണം സഞ്ചരിക്കാൻ. ഓരോ ചുവടിലും പ്രകൃതി പുതിയ കാഴ്ചകൾ സമ്മാനിക്കുന്നു. കയറാൻ കുറച്ച് പാടുണ്ട്, എന്നാലും അവിടെ കയറുമ്പോൾ അടിപൊളിയാണ്. ചുറ്റുള്ള വ്യൂസ് ഒക്കെ അടിപൊളിയാണ്. നെയ്യാറിൻ്റെ ബാക്കി വ്യൂസും ബാക്കി കാര്യങ്ങളൊക്കെ കൊള്ളാം. പിന്നെ തിരിച്ചിറങ്ങാനും കുറച്ച് പാടാണ്, എന്നാലും എന്നാലും കൊള്ളാം. നല്ല എക്സ്പീരിയൻസ്. കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും മുകളിലെത്തുമ്പോഴുള്ള ആ കാഴ്ച നല്ലൊരു കാഴ്ചയാണ്. പിന്നെ തിരിച്ചിറങ്ങാനാണ് കുറച്ച് റിസ്ക്. ഇറക്കമാണ്, സ്റ്റീപ്പാണ്, സൂക്ഷിച്ചിറങ്ങണം. പിന്നെ വെള്ളവും മറ്റു സംഭവങ്ങളും അവർ തരുന്നുണ്ട്. ആദ്യമായിട്ടാണ് വരുന്നത്. ഇനി ഒരു തവണ കൂടി വരണമെന്ന് വിചാരിക്കുന്നു. നല്ല അനുഭവമായിരുന്നു. എന്തായാലും ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലം ഉണ്ടെന്നറിഞ്ഞതും പറഞ്ഞതും. കയറാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അങ്ങ് കയറി മേളിലെത്തിയപ്പോഴത്തേനും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്തില്ല. വലിയ കയറി അത്രയും ക്ഷീണം അവിടെ എത്തിയപ്പോഴത്തേനും ഇല്ലായിരുന്നു. നല്ല രീതിയിൽ കണ്ട് തൊഴുതു. ഏകദേശം പകുതി വരെ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി പകുതിയും കൂടെ താഴോട്ട് ഇറങ്ങും. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമുക്ക് വരുമ്പോൾ കയറാൻ പറ്റുമെന്നൊരു ഡൗട്ടായിരുന്നു. പക്ഷേ നമുക്ക് കയറി വന്നപ്പം തീർച്ചയായും മുകളിൽ കയറാൻ പറ്റി. ഇവിടെ മുകളിൽ വന്നപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഭംഗി മനസ്സിലായത്. മാക്സിമം രാവിലെ എത്താൻ നോക്കുക വരുന്നത്. ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മേളിൽ പോയിട്ട് നമുക്ക് അത് തീർച്ചയായിട്ടും നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഞാനിത് 3ാമത്തെ വർഷമാണ് വരുന്നത്. ഓരോ വർഷം വരുന്തോറും അടുത്ത വർഷം വരാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. മുകളിൽ ചെല്ലുമ്പോൾ പൊങ്കാലയുണ്ട്, പിന്നെ അന്നദാനം, രാവിലെ പ്രഭാത ഭക്ഷണമുണ്ട്, ഉച്ചയ്ക്ക് ഇന്ന് കഞ്ഞിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ചോറും എല്ലാമായിരുന്നു, ഇപ്രാവശ്യം കഞ്ഞിയാണ്. നല്ലതായിരുന്നു. നല്ല അനുഭവമാണ്, നല്ല വൈബാണ്. എല്ലാവർക്കും വന്നു പോകാൻ പറ്റിയ ഇപ്പോൾ ഒരു വന്ന് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും വരാൻ പറ്റും. കാരണം സൂപ്പറാണ്. ഇവിടെ വരുന്നത് വ്യത്യസ്തമായ ഒരു അനുഭവവും നല്ലൊരു ഫീലുമാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത് തുറക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വരുന്നതും പോകുന്നതും ഒക്കെ. നല്ലൊരു അനുഭവമാണ് ഇവിടെ. ഒരിക്കലെങ്കിലും ഇവിടെ വരണം, എന്നാലേ കാടറിഞ്ഞും നാടറിഞ്ഞും ഭഗവാനെ കണ്ട് തൊഴുതു പോകാനുള്ള ഒരു ഇത് വരുമല്ലോ എല്ലാവർക്കും. സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സന്നിധാനത്തിലേക്കുള്ള യാത്ര കേവലമൊരു തീർത്ഥാടനമല്ല, പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. കുന്നത്തുമലയുടെ നെറുകയിൽ എത്തി നിൽക്കുമ്പോൾ ലഭിക്കുന്ന ദൃശ്യവിസ്മയം അവർണ്ണനീയമാണ്. ഒരു വശത്ത് കോടമഞ്ഞ് പുതച്ചു നിൽക്കുന്ന പശ്ചിമഘട്ട വനഭൂമിയുടെ നിബിഡത, ദൂരെ പശ്ചിമഘട്ടത്തിന്റെ ഉയരങ്ങളിലേക്ക് നോക്കിയാൽ
അഗസ്ത്യകൂടം ഗാംഭീര്യത്തോടെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. മറുവശത്ത് പച്ചപ്പരവതാനി വിരിച്ച മലനിരകൾക്ക് താഴെയായി അലസമായി പരന്നുകിടക്കുന്ന നെയ്യാർ ജലാശയം. കിലോമീറ്ററുകളോളം ദൂരത്തിൽ ജലാശയത്തിന് നടുവിലായി കാണപ്പെടുന്ന ചെറുതുരുത്തുകൾ മനോഹരമായ ചിത്രം പോലെ തോന്നിപ്പിക്കും. ആക്ച്വലി എല്ലാവരുടെയും കൂടെ അങ്ങ് എൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ അങ്ങ് ട്രെക്കിംഗ് ഒക്കെ പോയി ഏതാണ്ട് 3-4 hours അമ്മയും അച്ഛൻ്റെയും കൂടെ ഒക്കെ ട്രെക്കിംഗ് പോയി ഏതാണ്ട് 3-4 hours നല്ലൊരു ട്രെക്കായിരുന്നു. യങ് സ്റ്റുഡൻസിനൊക്കെ പറ്റിയ ട്രെക്കിംഗ് ആണ്. ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എല്ലാവരും ഫോണിലും, അവർക്ക് നേച്ചർ എന്താണെന്ന് പോലും അറിയത്തില്ല. അവരെല്ലാവരും വീട്ടിലാണ് ഫുൾ ടൈംസ്. ബട്ട് ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം, അതേ പറയാൻ പറ്റത്തുള്ളൂ. നല്ലൊരു വർക്കൗട്ടും സത്യം പറഞ്ഞ ഒരു സൺഡേക്ക് നല്ലൊരു കാർഡിയോ അങ്ങ് കിട്ടും. ഒരിക്കലെങ്കിലും വരണം ഇവിടെ. രുചിക ഹെൻറി. ഞാൻ യൂട്യൂബ് വഴി കണ്ടിട്ടുണ്ടായിരുന്നേ, ഇവിടെ ഒരു വർഷത്തിലൊരിക്കലാണ് ഈ വനത്തിനകത്ത് പ്രവേശനമുള്ളൂ എന്നും ഇവിടെ ക്ഷേത്രത്തിൽ ഉത്സവമാണെന്നുള്ള അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. രാവിലെ നമ്മളൊരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എത്തിയായിരുന്നു. കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും മേളിലെത്തിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു. നെയ്യാർ ഡാമിൻ്റെ വ്യൂ കാണാം, അതേപോലെ തന്നെ നമ്മുടെ അമ്പലം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഗസ്ത്യകൂടത്തിൻ്റെ മലകളെല്ലാം കാണാനായിട്ട് അടുത്ത് തന്നെ കാണാം. അങ്ങനെ നല്ല പ്രകൃതി രമണീയമായ ആ സ്ഥലങ്ങളെല്ലാം കണ്ട് വളരെ ഹാപ്പിനെസ് ആയിപ്പോയി. അപ്പോൾ എല്ലാ ആൾക്കാർക്കും വന്നു കഴിഞ്ഞാൽ ഈ ഹാപ്പിനെസ് അനുഭവം എല്ലാവർക്കും ഉണ്ടാവും. നല്ല എൻജോയ്മെൻ്റാണ്, നല്ല ഒരു ട്രക്കിംഗ് അനുഭവം കൂടെയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ അമ്പലത്തിനെ കുറിച്ച് അറിഞ്ഞത്. എന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വഴി അറിഞ്ഞത് കഴിഞ്ഞ ആഴ്ചയാണ്. ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്. കുറച്ച് മല കയറാനുണ്ടെങ്കിലും അങ്ങനെ ഭയങ്കര ഒരു തളർച്ചയായിട്ടൊന്നും തോന്നിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇരുന്നൊക്കെ വന്ന കാരണം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. നല്ല വ്യൂവും ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരേ ഒരു ഇതെന്ന് വെച്ചാൽ ചിലപ്പം നേരത്തെ രാവിലെ ഉണ്ടായിരുന്ന കാണും വെള്ളം തീർന്നതായിരിക്കും. കുറച്ചും കൂടി സ്ഥലങ്ങളിൽ വെള്ളം വെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന് തോന്നി. അല്ലാതെ മൊത്തത്തിൽ കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രകൃതിയായിട്ട് ഒരുപാട് ചേർന്ന് നിൽക്കുന്നതായിട്ട് തോന്നി. നെയ്യാർ ഡാമിൻ്റെ നല്ലൊരു വ്യൂ ആയിട്ട് നല്ല ഒരു അന്തരീക്ഷമാണ്. പിന്നെ വനമായത് കാരണം നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചൊക്കെ വരേണ്ടതായിട്ടുണ്ട്. കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ശ്രദ്ധിച്ച് വരണം. പക്ഷേ പിന്നെ ഇവിടെ വന്ന ഉടനെ തന്നെ നമുക്ക് അന്നദാനമായിട്ട് കഞ്ഞി കിട്ടി. നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നാടൻ കഞ്ഞിയും പിള്ളേർക്കും ഒക്കെ അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പ്രകൃതിയായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. പിന്നെ പ്ലാസ്റ്റിക് ഉപയോഗവും മാക്സിമം കുറച്ചാണ് ഇവിടെ കാണപ്പെടുന്നത്. പിന്നെ അമ്പലം കെട്ടിവെച്ചേക്കുന്നത് തന്നെ ആ ഓലയിൽ കെട്ടിവെച്ചേക്കുന്നത് അതും വനത്തിനുമായിട്ട് നല്ല സൗഹൃദപരമായ രീതിയിലാണ് നിൽക്കുന്നത്. ഭൗതികമായ എല്ലാ ക്ഷീണങ്ങളെയും മായ്ച്ചു കളയുന്ന ശാന്തതയാണ് ഈ മലമുകളിലെ കാറ്റ് ഭക്തർക്ക് സമ്മാനിക്കുന്നത്. സഹ്യന്റെ മടിത്തട്ടിലെ ഈ അപൂർവ ദൃശ്യം ഭക്തർക്ക് ആത്മീയതയോടൊപ്പം പ്രകൃതിയുടെ വിസ്മയവും സമ്മാനിക്കുന്നു. കാലഭൈരവനാണ്. വർഷത്തിലൊരിക്കലേ ഉള്ളൂ പൂജ, വലിയ പൂജ ശിവരാത്രി നാളിൽ. പിന്നെ മാസത്തിൽ മലയാള മാസം ആദിവാസികൾക്ക് മാത്രം കയറി പൂജ ചെയ്യാം. അങ്ങനെയാണ് പൂർവ്വികർ ചെയ്തു വന്നതും. അതേ കണക്ക് നമുക്ക് പൂർവ്വികർ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മുടേതായ രീതിയിൽ നമ്മളിപ്പോൾ അതേപടി ചെയ്തു വരുന്നുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കും എന്നാണ് ഞങ്ങൾക്ക് വിശ്വാസം. സങ്കല്പം എല്ലാം അവിടുത്തെ നിശ്ചയം പോലെയാണ് ഞങ്ങളുടെ ജീവിതങ്ങളും. ഭക്ഷണം രാവിലെ മുതൽ രാവിലെ 11 മണി വരെ ഉപ്പുമാവ് കൊടുത്തു. അത് കഴിഞ്ഞ് അപ്പത്തൊട്ട് കഞ്ഞി, പുഴുക്കുണ്ടായിരുന്നു, അത് തീർന്നു. അച്ചാർ ഐറ്റങ്ങൾ 2-3 ഉണ്ടായിരുന്നു, അത് തീർന്നു. പിന്നെ സാമ്പാർ വെച്ചു, അത് കഴിഞ്ഞു. പിന്നെ തക്കാളി വെച്ചു, അതും തീർന്നു. ഇഷ്ടത്തിന് ഭക്തർ വരുന്നുണ്ട്. മലദൈവങ്ങൾക്ക് പൂജിച്ചിട്ട് കാലഭൈരവന്, പിന്നെ വനദുർഗ, ഗണപതി, നാഗര്, പിന്നെ ഹനുമാൻ, ഇവരൊക്കെയാണ് പ്രധാന. അഗസ്ത്യാർ മുനി, ഇവരൊക്കെയാണ് പ്രധാന. അങ്ങനെ മലദൈവങ്ങൾക്ക് തന്നെ കുറച്ച് പൂജകൾ കൂടുതലുണ്ട്. കന്നിത്തൂൺമൂട് കാലഭൈരവ ക്ഷേത്രത്തിന്റെ ചരിത്രം ഈ വനങ്ങളിൽ സഹസ്രാബ്ദമായി ജീവിച്ചു പോരുന്ന വനവാസി ഗോത്ര സമൂഹത്തിന്റെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുഖ്യധാരയിൽ നിന്നകന്ന് കാടിനെ വിഭവമായും ദൈവമായും കണ്ടിരുന്ന ഗോത്ര ജനത
തങ്ങളുടെ സംരക്ഷകനായി ആരാധിച്ചു പോന്നത് സാക്ഷാൽ ശിവഭഗവാനെയാണ്. അതും ശിവന്റെ ഏറ്റവും ഉഗ്രരൂപമായ കാലഭൈരവ ഭാവത്തിൽ. വനത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ, വന്യമൃഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ അവർക്ക് ശക്തനായ ഒരു കാവൽക്കാരനെ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് അന്ധകാരത്തിന്റെയും സമയത്തിന്റെയും, അതായത് കാലത്തിന്റെയും നാഥനായ കാലഭൈരവൻ അവരുടെ ആരാധനാമൂർത്തിയായി മാറുന്നത്. എനിക്ക് പുറകിൽ കാണുന്നത് ആഞ്ജനേയ സ്വാമിയാണ്. നമ്മുടെ പൂർവികർ ആദ്യമായി ക്ഷേത്രം പണിയാൻ ആദ്യമായി സ്ഥാപിച്ച ഒരു തൂണ്, അതായത് കന്നിത്തൂൺ മൂട് എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. മണിമണ്ഡപം തീർക്കാൻ ആദ്യമായി ഒരു തൂൺ ശിലയായി നിർത്തി ആ ശില ഇപ്പോൾ വളർന്ന് ഇത്രയും ഭക്തിയാദരമായി ശിലയായി രൂപം കൊണ്ട് നിൽക്കുന്നു. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നതാണ് നമ്മുടെ ആഞ്ജനേയ സ്വാമി, കന്നിത്തൂൺ മൂടെന്നറിയപ്പെടുന്ന ആഞ്ജനേയ സ്വാമി. ഭക്തർക്ക് ഭക്തിയും മനസ്സ് സുഖവും അസുഖക്കുറവും എല്ലാം പറ്റുന്ന വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്നതാണ് നമ്മുടെ ആഞ്ജനേയൻ. അങ്ങനെ പൂർവികർ വെച്ച് ആരാധിച്ചു വരുന്ന നമ്മുടെ പൂർവികര പിന്മുറക്കാരായ തലമുറകളാണ് ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത്ര ഭക്തജനങ്ങൾ ഭഗവാനെ വന്ന് വണങ്ങാൻ വരുന്നുണ്ട്. എല്ലാ ശിവരാത്രി നാളിലും ഇന്ന് അധികം ഭക്തരാണ് വന്നത്. ഭഗവാന് ഏറ്റവും പ്രിയമായത് കാട്ടുവിഭവങ്ങളും വെറ്റിലയും വടമാലയും പിന്നെ നമ്മുടെ വനത്തിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളാണ് ഏറെ ഇഷ്ടം. വിളിച്ചാൽ വിളിപ്പുറത്താണ് നമ്മുടെ ആഞ്ജനേയ സ്വാമി. നൂറ്റാണ്ടുകളോളം പുറംലോകം അറിയാതെ വനവാസികളുടെ മാത്രം രഹസ്യ സങ്കേതമായിരുന്ന ഈ ദേവസ്ഥാനം കാടിന്റെ താളത്തിനൊത്തു മാത്രം സ്പന്ദിച്ചിരുന്ന ഒരു വിശ്വാസ പ്രമാണത്തിന്റെ അവശേഷിപ്പാണ്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വന്ന വായ്മൊഴി കഥകളിലൂടെയും ഗോത്രാചാരങ്ങളിലൂടെയുമാണ് ഈ ക്ഷേത്ര ചൈതന്യം ഇന്നും നിലനിൽക്കുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വലിയ ഇടുങ്ങിയ വഴിയും യാത്രയൊക്കെ ദുഷ്കരമായിട്ടുള്ള യാത്രകളും ഇവിടെ എത്തിയപ്പോഴേക്കും വളരെ നല്ലൊരു ഇതാണ്. ശാസ്താവിൻ്റെ നമ്മളെ വനശാസ്താവും പ്രതിഷ്ഠ ശിവക്ഷേത്രമാണ്. വർഷത്തിലൊരിക്കൽ തന്നെയാണ് ഇത് തുറക്കുന്നത്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. മാത്രമല്ല തെക്കൻ കേരളത്തിൽ തന്നെ നമുക്ക് വർഷത്തിലൊരിക്കൽ മാത്രം, ഒരു ദിവസം മാത്രം പൂജയുള്ള ഒരേ ഒരു ക്ഷേത്രം ആണ് ഇത്. കന്നിത്തൂൺ മൂട് എന്ന പേര് തന്നെ ഈ സ്ഥലത്തിന്റെ ഐതിഹ്യപരമായ പ്രാധാന്യത്തെ വിളിച്ചോതുന്നതാണ്. കേരളത്തിലെ ശാസ്താക്ഷേത്രങ്ങളുമായും ശബരിമലയുമായും ബന്ധപ്പെട്ട വളരെ അപൂർവവും കൗതുകകരവുമായ ഐതിഹ്യമാണ് കന്നിത്തൂൺ മൂട് ക്ഷേത്രത്തിനുള്ളത്. ഭഗവാൻ അയ്യപ്പന്റെ, അതായത് ആദിശാസ്താവിന്റെ പുണ്യസങ്കേതമായ ശബരിമലയിൽ മണിമണ്ഡപം കെട്ടാനായി തീരുമാനിച്ചപ്പോൾ അതിനുള്ള ശിലകൾ ശേഖരിക്കാൻ ശാസ്താവ് എത്തിയത് പശ്ചിമഘട്ടത്തിന്റെ ഈ തെക്കൻ മലനിരകളിലാണെന്നാണ് വിശ്വാസം. മണിമണ്ഡപ നിർമ്മാണത്തിനായി ആദിശാസ്താവ് ആദ്യമായി കൊത്തിയെടുത്ത കരിങ്കൽ തൂൺ അഥവാ കന്നിത്തൂൺ അവിടെ നിന്നും കൊണ്ടുപോകാൻ കഴിയാതെ വരികയും അത് ഈ കുന്നത്തുമലയുടെ മുകളിൽ തന്നെ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തുവെന്ന് വിശ്വാസം. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് കന്നിത്തൂൺ മൂട് എന്ന പേര് ലഭിച്ചത്. ആ കന്നിത്തൂണാണ് പിന്നീട് കാലഭൈരവ സങ്കല്പത്തിൽ ആരാധിക്കപ്പെടാൻ തുടങ്ങിയത്. ശിവനും ശാസ്താവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയും വനദേവതമാരുടെ പരസ്പര പൂരകമായ അസ്തിത്വത്തെയും ഈ ഐതിഹ്യം അടിവരയിടുന്നു. വർഷത്തിലൊരിക്കൽ മാത്രം മഹാശിവരാത്രി നാളിൽ തുറക്കുന്ന ഈ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര അത്യന്തം ദുഷ്കരവും എന്നാൽ ആത്മീയമായി ഉന്മേഷദായകവുമാണ്. അമ്പൂരി ചാക്കപ്പാറയിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര പൂർണ്ണമായും കാൽനടയായാണ്. കുത്തനെയുള്ള കയറ്റങ്ങളും പാറക്കെട്ടുകളും വള്ളിച്ചെടികൾ നിറഞ്ഞ ഇടവഴികളും താണ്ടി ഏകദേശം 5 കിലോമീറ്ററോളം മല കയറണം സന്നിധാനത്തെത്താൻ. ചുട്ടുപൊള്ളുന്ന വേനലിൽ ആണ് ശിവരാത്രി വരുന്നത്. വറുതിയുടെ കാലത്ത് ഉണങ്ങിയ ഇലകൾ വീണുകിടക്കുന്ന കാനനപാതയിലൂടെ ഭഗവാന്റെ നാമജപങ്ങൾ മുഴക്കി ആയിരങ്ങൾ മല കയറുന്ന കാഴ്ച ഭക്തിയുടെ ഉദാത്തമായ ഭാവമാണ്. ശാരീരികമായ ക്ലേശങ്ങളെ നാമജപത്തിലൂടെ മറികടന്ന് പ്രകൃതിയുടെ വന്യതയെ അംഗീകരിച്ച് മുന്നേറുന്ന ഈ യാത്ര യഥാർത്ഥത്തിൽ ആന്തരികമായ ഒരു ശുദ്ധീകരണം കൂടിയാണ്. ഓരോ ചുവടുവെപ്പിലും മനുഷ്യൻ തന്റെ അഹംഭാവത്തെ ഉപേക്ഷിക്കുകയും പ്രപഞ്ചത്തിന്റെ വിശാലതയ്ക്ക് മുന്നിൽ താൻ എത്ര നിസ്സാരനാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. മേളിൽ കയറി കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് കാണുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ പല ആൾക്കാർ ഇനി ഇങ്ങോട്ട് വരണമെന്നാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ആ രീതിയിലുള്ള
മേളിലുള്ള അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. വന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു ഒരു പ്രത്യേക ഒരു അനുഭവം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതിന് മുന്നേ നമ്മൾ പണ്ട് ശബരിമലയിൽ എങ്ങനെ പോയിരുന്നു അതേപോലുള്ളൊരു അനുഭവമാണ് ഈ വഴി നമ്മളിപ്പോൾ നടന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെയുള്ള വലിയ ഗോപുരങ്ങളോ കൊത്തുപണികൾ നിറഞ്ഞ ശ്രീകോവിലോ ചുറ്റമ്പലമോ ഇവിടെയില്ല. ആകാശമാണ് ഈ ക്ഷേത്രത്തിന്റെ മേൽക്കൂര. വൻമരങ്ങളാണ് ഇതിന്റെ മതിലുകൾ. പ്രകൃതി തന്നെയാണ് ഇവിടെ വാസ്തുവിദ്യ. കന്നിത്തൂണായി നിൽക്കുന്ന ശിലാഖണ്ഡം തന്നെയാണ് പ്രതിഷ്ഠ. ഇതൊരു ബിംബകൽപ്പനയുടെ ഏറ്റവും പ്രാചീനമായ രൂപമാണ്. പ്രകൃതിദത്തമായ ശിലകളെ ആരാധിക്കുന്ന സമ്പ്രദായം ലോകമെമ്പാടുമുള്ള ആദിമ സമൂഹങ്ങളിൽ കാണാം. ഇവിടെ കാലഭൈരവനെ സങ്കല്പിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക രൂപത്തിലല്ല, മറിച്ച് അദൃശ്യവും എന്നാൽ സർവ്വവ്യാപിയുമായ ഊർജമായാണ്. ഈ തുറസായ ആരാധനാരീതി മനുഷ്യനും പ്രകൃതിയും ദൈവവും തമ്മിലുള്ള അതിരുകളെ മായ്ച്ചു കളയുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കന്നിത്തൂൺമൂട് ഗോത്രവർഗ ആചാരങ്ങളുമായി അടുത്തു നിൽക്കുന്നു. നൂറ്റാണ്ടുകളായി വനവാസി സമൂഹം കാത്തുസൂക്ഷിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ ഇന്നും ദൃശ്യമാണ്. ബ്രാഹ്മണികമായ പൂജാവിധികളെക്കാൾ ഉപരിയായി പ്രകൃതിയോടുള്ള കടപ്പാടും ലളിതമായ ഭക്തിയുമാണ് ഇവിടെ തെളിയുന്നത്. ഈ കുന്നും കാടും തങ്ങളുടെ ആത്മാവാണ് എന്ന് വിശ്വസിക്കുന്ന ജനതയുടെ വിശ്വാസ കേന്ദ്രമാണിത്. 365 ദിവസങ്ങളിൽ 364 ദിവസവും വന്യമൃഗങ്ങൾക്കും പ്രകൃതിക്കും വിട്ടുകൊടുക്കുന്ന ഈ ദേവസ്ഥാനം മനുഷ്യർക്കായി തുറക്കുന്നത് മഹാശിവരാത്രി ദിനത്തിൽ മാത്രമാണ്. അന്നേ ദിവസം അതിരാവിലെ തന്നെ ചാക്കപ്പാറയിൽ നിന്നും ഭക്തജന പ്രവാഹം ആരംഭിക്കും. കന്നിത്തൂൺമൂട് കാലഭൈരവ ദേവസ്ഥാന ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിനെ അറിയപ്പെടുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് നമുക്ക് ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്കുള്ള കൂടുതൽ ആൾക്കാരെ അറിഞ്ഞു തുടങ്ങിയത്. നമ്മുടെ എൻ്റെ അച്ഛനപ്പൂവന്മാരുടെ കാലം മുതലേ ഈ ക്ഷേത്രത്തിൽ വിഗ്രഹങ്ങൾ വെച്ചുള്ള ആരാധനയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ക്രമേണ നമ്മുടെ കൽവിഗ്രഹം എന്നുള്ള ഒരു പൂജ മാറി ഇപ്പോൾ കാലഭൈരവ രൂപം ശിവലിംഗ പ്രതിഷ്ഠ എന്നാണ് നമ്മുടെ കന്നിത്തൂൺമൂട് കാലഭൈരവ സ്വാമീനെ പറയുന്നത്. പണ്ട് മണിമണ്ഡപം നിർമ്മിക്കാൻ വേണ്ടി ആദിശാസ്താവ് ആദ്യമായൊരു തൂണ് കന്നിത്തൂൺ എന്ന ഇവിടെ സ്ഥാപിച്ചു എന്നാണ് നമ്മുടെ ഐതിഹ്യം. അങ്ങനെയാണ് എൻ്റെ പൂർവികർ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. പണ്ടത്തെ തനിമ അതുപോലെ നിലനിർത്തി ഇന്നത്തെ സാഹചര്യം പതിറ്റാണ്ടിലും നല്ല നൂറ്റാണ്ടിലും നമ്മൾ ആ രീതിയിലുള്ള ആശയങ്ങളും പൂജയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവിടെ ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളത്. ശിവരാത്രി നാളിൽ ആ ഒരു ദിവസത്തേക്ക് മാത്രം ഇവിടെ പ്രവേശനമുള്ളൂ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്താണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത്. അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ മാത്രം തീർത്ഥാടകർക്ക് വരാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കന്നിത്തൂൺമൂട് ശ്രീ കാലഭൈരവ ദേവസ്ഥാന ക്ഷേത്രം. ക്ഷേത്രത്തിൽ ചെയ്യുന്ന പ്രധാന പൂജ കാലഭൈരവ പൂജയാണ്. അതായത് ശിവമന്ത്രം ഉപയോഗിച്ചാണ് ആ പൂജ ചെയ്യാറുള്ളത്. ശരിക്കും ശ്രീരുദ്രസൂക്തം ആണ് അതിൻ്റെ അടിസ്ഥാനമായിട്ട് ഞങ്ങൾ ചെയ്തു വരുന്നത്. കാര്യം എൻ്റെ സമുദായം എന്ന് പറയുന്നത് ഗണക സമുദായക്കാരനാണ്. നമ്മുടെ ഈ നാട്ടിൽ പറയുന്ന കണിയാരെന്ന് പറയും. ശരിക്കും ഞങ്ങളുടെ എഴുത്തുകുത്തൊക്കെ ഗണകർ. പിന്നെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ കളരിക്കുറുപ്പ്, പണിക്കര്, ഇങ്ങനെയുള്ള സ്ഥാനങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് പൂജയും വൈദ്യവുമായിട്ടൊക്കെ പോകുന്ന കൂട്ടത്തിൽ കൂടാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഈ സ്ഥലം കാണാൻ തുടങ്ങിയത്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ എനിക്കൊരു 5 വയസ്സുള്ളപ്പം മുതൽ ഞാൻ ഈ മലയിൽ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. എൻ്റെ മുൻഗാമികളോടും. കാര്യം ഞങ്ങളിവിടെ കുടിയേറ്റ കർഷകരായിട്ട് വന്ന് താമസിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. കന്നിത്തൂൺമൂട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് പൊങ്കാല. സാധാരണയായി ദേവീക്ഷേത്രങ്ങളിൽ മാത്രം കാണപ്പെടുന്ന പൊങ്കാല സമർപ്പണം ഇവിടെ ഭഗവാൻ കാലഭൈരവന് നൽകുന്നു എന്നത് വലിയ സവിശേഷതയാണ്. മലമുകളിൽ മരത്തണലുകളിൽ അടുപ്പുകൂട്ടി ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് ഭക്തർ പൊങ്കാലയർപ്പിക്കുന്നു. പച്ചരിയും ശർക്കരയും നാളികേരവും ചേർത്തുള്ള ഈ നിവേദ്യം കാടിന്റെ കാവൽക്കാരനുള്ള നന്ദി സൂചകമാണ്. വായുദേവനും പ്രകൃതിക്കും സാക്ഷിയായി നടത്തുന്ന ഈ പൊങ്കാല ഭഗവാന് പ്രിയപ്പെട്ടതാണെന്നാണ് വിശ്വാസം. തുടർന്ന് നടക്കുന്ന ദേവദർശനവും പ്രസാദ വിതരണവും ഏറെ പ്രശസ്തമാണ്. ജാതിമത സാമ്പത്തിക വ്യത്യാസങ്ങൾ ഇല്ലാതെ എല്ലാവരും ഒരേ മനസ്സോടെ ഭഗവാനെ ദർശിക്കുന്ന ആ നിമിഷം സാമൂഹിക സമത്വത്തിന്റെ കൂടി
പ്രതീകമായി മാറുന്നു. സൂര്യാസ്തമയത്തിന് മുൻപായി ഭക്തർ എല്ലാവരും മലയിറങ്ങണം എന്നത് കർശനമായ നിയമമാണ്. രാത്രികാലങ്ങളിൽ കാട് അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് വിട്ടുകൊടുത്ത് മനുഷ്യർ മടങ്ങുന്നു. വളരെ അത്യപൂർവമായിട്ടുള്ള നമുക്കൊരു പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. അതോടൊപ്പം മലയുടെ ഏറ്റവും മുകളിലെത്തുമ്പോൾ ആ കാലഭൈരവൻ്റെ സാന്നിധ്യം, വളരെ അത്യപൂർവമായ ഒരു ദൈവിക സാന്നിധ്യം കാണാൻ പറ്റുന്ന അതിമനോഹരമായ സ്ഥലമാണ് ഇവിടം. ഒരിക്കലെങ്കിലും എല്ലാ ആൾക്കാരും എത്തിച്ചേരേണ്ട സ്ഥലമാണ്. കാരണം ശിവരാത്രി ദിവസം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൊതുജനങ്ങൾക്ക് വനം വകുപ്പ് ഇതിനകത്ത് പ്രവേശനം അനുമതി നൽകിയിട്ടുള്ളത്. ആ സമയത്ത് ഇവിടെ ഭക്തജനങ്ങൾ അന്നദാനവും മറ്റ് ക്രമീകരണങ്ങളെല്ലാം സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഈ പ്രകൃതിയെ ആസ്വദിക്കുകയും കാലഭൈരവൻ്റെ അനുഗ്രഹം തേടുക എന്നുള്ളത് എല്ലാവർക്കും നല്ലതാണ്. കാലഭൈരവൻ എന്നത് ശിവന്റെ രൗദ്രഭാവമാണ്. കാലം എന്ന വാക്കിന് സമയമെന്നും ഭൈരവൻ എന്ന വാക്കിന് ഭയത്തെ ഇല്ലാതാക്കുന്നവൻ എന്നുമാണ് അർത്ഥം. അഥവാ കാലത്തെ നിയന്ത്രിക്കുന്നവനും മരണഭയത്തെ ഇല്ലാതാക്കുന്നവനുമാണ് കാലഭൈരവൻ. വനത്തിന്റെ നിഗൂഢതകൾക്കിടയിൽ കാലഭൈരവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിന് പിന്നിൽ വലിയൊരു ദാർശനിക തലമുണ്ട്. കാട് മനുഷ്യന്റെ ഉപബോധ മനസ്സിന്റെ പ്രതീകമാണ്. ഇരുണ്ടതും വന്യവുമായ വികാരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായ ഇടം. ആ വനത്തിലേക്ക് ദുർഘടമായ പാത താണ്ടി നടന്നെത്തുമ്പോൾ മനുഷ്യൻ തന്റെ ഉള്ളിലെ ഭയങ്ങളെയും അജ്ഞതയെയും നേരിടുകയാണ്. കുന്നത്തുമലയുടെ മുകളിൽ ദർശനം ലഭിക്കുമ്പോൾ അവനിൽ അവശേഷിക്കുന്നത് ശുദ്ധമായ അവബോധം മാത്രമാണ്. അഹങ്കാരത്തിന്റെ പൂർണ്ണമായ നശീകരണമാണ് കാലഭൈരവ ദർശനത്തിലൂടെ സാധ്യമാകുന്നത്. കുന്നത്തുമലയുടെ മുകളിൽ പ്രപഞ്ചം മുഴുവൻ കാൽക്കൽ കാണുന്ന ഭക്തന് താൻ ഈ മഹാപ്രപഞ്ചത്തിലെ ചെറിയ കണിക മാത്രമാണെന്ന ബോധമുണ്ടാകുന്നു. അഹംഭാവം വെടിഞ്ഞ് ഈശ്വരനിലേക്ക് അടുക്കാനുള്ള മാർഗമായി ഈ മലകയറ്റത്തെ കാണാം. കന്നിത്തൂണിനു മുന്നിൽ തൊഴുതു നിൽക്കുമ്പോൾ ആദിശാസ്താവ് കൊത്തിയ ആ ശിലയിൽ ഭക്തർ ദർശിക്കുന്നത് യുഗങ്ങളിലൂടെ കൈമാറി വന്ന മഹാചൈതന്യത്തെയാണ്. നഗരവൽക്കരണവും ആധുനികതയും മനുഷ്യനെ പ്രകൃതിയിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കന്നിത്തൂൺമൂട് കാലഭൈരവ ക്ഷേത്രത്തിന് വലിയ പ്രസക്തിയുണ്ട്. വന്യജീവി സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ്. വർഷത്തിൽ ഒരു ദിവസം മാത്രം പ്രവേശനം അനുവദിക്കുന്നത് ഇവിടുത്തെ വന്യജീവികൾക്കും സസ്യജാലങ്ങൾക്കും തടസ്സമില്ലാതെ വളരാനുള്ള അവസരം നൽകുന്നു. തീർത്ഥാടനത്തോടൊപ്പം പ്രകൃതി സംരക്ഷണത്തിന്റെ പാഠം കൂടി ഈ ക്ഷേത്രം നമ്മെ പഠിപ്പിക്കുന്നു. പ്ലാസ്റ്റിക് മുക്തമായ തീർത്ഥാടനം, കാടിനെ നോവിക്കാതെയുള്ള യാത്ര തുടങ്ങിയവ ഭക്തർ കർശനമായി പാലിക്കേണ്ടതുണ്ട്. ആധുനിക മനുഷ്യന് നഷ്ടപ്പെട്ടുപോയ പരിസ്ഥിതി അവബോധം തിരികെ നൽകാൻ ഇത്തരം പുണ്യഭൂമികൾ സഹായിക്കും. കന്നിത്തൂൺമൂട് ശ്രീ കാലഭൈരവ ദേവസ്ഥാനം വെറുമൊരു ക്ഷേത്രമല്ല. അത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പുരാതനമായ കരാറിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അഗസ്ത്യമലയുടെ കുളിർകാറ്റേറ്റ് നെയ്യാറിന്റെ ദൃശ്യഭംഗി നുകർന്ന് ആദിശാസ്താവ് തൊട്ടുതലോടിയ കന്നിത്തൂണിൽ കാലഭൈരവനെ ദർശിച്ചു മടങ്ങുമ്പോൾ ഏതൊരു ഭക്തന്റെയും മനസ്സ് ശാന്തമാകും. മലയിറങ്ങി തിരികെ നാട്ടിലെത്തുമ്പോഴും ആ കാടിന്റെ നിശബ്ദതയും ഭഗവാന്റെ ചൈതന്യവും അവരുടെ ഉള്ളിൽ വിളക്കായി എരിഞ്ഞു നിൽക്കും. മനുഷ്യൻ പ്രകൃതിയെ ആരാധിച്ചിരുന്ന ആ പുരാതന കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലായി കുന്നത്തുമലയുടെ നെറുകയിൽ കാലഭൈരവ ചൈതന്യം ഇന്നും ദീപ്തമായി ജ്വലിക്കുന്നു. വനസംരക്ഷണവും വിശ്വാസവും എങ്ങനെ ഒത്തുപോകാം എന്നതിന് ഉദാഹരണമാണ് ഈ ക്ഷേത്രം. അടുത്ത ശിവരാത്രി നാളിൽ ആ കരിങ്കൽ തൂണിന്റെ പാദത്തിൽ പ്രണമിക്കാൻ മല കയറുന്ന ഓരോ ഭക്തനും കൊണ്ടുപോകുന്നത് ഭക്തിയുടെ പുതിയൊരു ഊർജമായിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ക്ഷീണം ഉണ്ടാവില്ല. ഞാനും കയറിയപ്പോൾ തളർന്നതാണ്, പക്ഷെ അവിടെ പോയപ്പോൾ എല്ലാം മാറി. വരും തലമുറകൾക്കായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഇത്തരം തനിമയാർന്ന വിശ്വാസങ്ങളെയും അവയെ താങ്ങി നിർത്തുന്ന പ്രകൃതിയെയുമാണ്.